कौसल्या सुप्रजा रामपूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् कौसल्या सुप्रजा रामपूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम् उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु उत्तिष्ठोत्तिष्ठ गोविन्द उत्तिष्ठ गरुडध्वज उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु मातः समस्त ചേട്ടാ, ശിവൻ ചേട്ടാ, എനിക്കേട്ടാ തോട്ടത്തിൽ പോവാൻ നേരായെന്ന്. ചേട്ടാ ഒന്ന് എണീക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടായിരടി. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. നല്ല തണുപ്പ്. എന്റെ സൂപ്പർവൈസർ സാറിനെ വളർത്താനുള്ള പണി എനിക്കറിയത്തില്ലയോ അല്ലേ സാറേ? ഓ ശരി ശരി. ഇന്ന് തോട്ടത്തിലേക്ക് ഞാനില്ല. അതെ, ഇന്ന് നമ്മുടെ രേവുവിനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാ. ഏത് രേവുവിനെ? നമ്മുടെ ജാനവ ചേച്ചിയുടെ മോളെ. അമ്മേ, അമ്മേ, ഈ പെണ്ണിന് ഇത് എന്തിനാണ് കേടാ? മരുമകന്റെ പള്ളിയുറക്കം ഇനി എപ്പോഴാണോ കഴിയുന്നത്? ആരെങ്കിലും കിടന്നുറങ്ങുന്നത് കാണുമ്പോ അപ്പ തുടങ്ങും അവക്ക് സൂക്കേട്. ഈ അമ്മ ഇവനെ ചീത്തയാക്കുന്നത്. ഞാൻ എന്താ ചീത്തയാക്കിനാ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. ആങ്ങളുടെ മോനല്ലേ, ഒരൊറ്റ പൊട്ടിയിലങ്ങ് കൊടുത്താലുണ്ടല്ലോ. എന്നൊന്ന് കാണട്ടെ ഈ പെണ്ണ്. ഓ, ഒരപ്പച്ചി ഒരു മരുമകനും. അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. പിന്നെ നിന്റെ കഴിവുകൊണ്ടല്ലേ നീ ഇത്രയും വളർന്നത്. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ദേ പെണ്ണെ, നീ വല്ലാണ്ട് നെളിക്കല്ലേ. 4-5 ആളുകൾ കയറി വരുമ്പോ ഒരു ചായ കൊടുക്കാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അത് കള. അപ്പൊ അതാ കാര്യം. ചെറുക്കൻ പെണ്ണിനെയും കണ്ടില്ല, പെണ്ണ് ചെറുക്കനെയും കണ്ടില്ല. ഇവിടെ ഓരോരുത്തരും നിശ്ചയിച്ചു കഴിഞ്ഞു. അപ്പൊ ചീനി എന്നെ തല്ലല്ലെന്ന് പറ. മിന്നല്ലേ? ഓ, ആഹാ, ഇതാരും സൂപ്പർവൈസർ സാറോ? ഇങ്ങോട്ടിരിക്കാമല്ലോ. സമയമില്ല. എന്താ സാറേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. വൈകുന്നേരം കാണണം. എന്തോന്നാ സാറേ? അത് അപ്പോ പറയാം. ചായ എടുക്കട്ടെ? വേണ്ട, വണ്ടിയുടെ സുന്ദരിയായല്ലോ. ഏതായാലും നമുക്കിതങ്ങ് നടത്തണം. നമ്മുടെ കയ്യിലിരിക്കുവാണോടെ ഈ കാര്യങ്ങള്. വരണത് ഏത് തരക്കാരാണെന്ന് ആർക്കറിയാം. പണത്തിന് ആർത്തി പിടിച്ച കൂട്ടരാണെങ്കിൽ കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ. ചെറുക്കം വരും, പെണ്ണ് കാണും, പോകും. ഇച്ചയ്ക്ക് ഇന്നൊരു ദിവസമെങ്കിലും ഇവിടെ നിന്നൂടായിരുന്നോ? നിനക്കത് പറയാൻ ദാക്ഷായണി. ഈ ഒരു വരുമാനം കൊണ്ട് വയറ് 3 അവിടെ കഴിയേണ്ടത്. ഇനി ഈ കല്യാണം ഒന്ന് മുറച്ചാലോ? അത് ആലോചിക്കുമ്പോൾ ചങ്കില് തീയ.
ചെറുക്കനെന്തേടി? അവരെ കൂട്ടിക്കൊണ്ട് വരാൻ മിന്നലിന്റെ കടയിൽ പോയതാ. അവൻ പോയിട്ട് ഒരുപാട് നേരം ആയില്ലേരേതു. എന്നിട്ടാ അവന് സ്നേഹമില്ല, ഉത്തരവാദിത്തമില്ല. ഞാൻ പറഞ്ഞത് അതൊന്നും ഉദ്ദേശമല്ല. ബാബാ ചെറുക്കന് പെണ്ണിന് ഇഷ്ടമായി. പെണ്ണിനോ? ഇഷ്ടായാലും എടുത്തി. അപ്പച്ചി എടുത്തേക്ക് ഇഷ്ടായിന്ന്. അപ്പൊ ജാനകമ്മേ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മിന്നലിന് അറിയാവുന്നതല്ലേ? അങ്ങനെ പറഞ്ഞു എങ്ങനെയാ ജാനകമ്മേ? കാര്യങ്ങൾക്കൊക്കെ ഒരു കണക്ക് വേണ്ടേ? കിടപ്പാടം തന്നെ സ്വന്തമല്ല. തോട്ടത്തിലെ വരുമാനം കൊണ്ട് എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. ചെറുക്കനും പെണ്ണിനും ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അല്ല മിന്നലേ, അവരുടെ മോൾക്ക് കൊടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ കൊടുക്കട്ടെ എന്നാ ചെറുക്കൻ പറയണേ. അങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അറിയിച്ചാ മതി. അപ്പൊ ഞങ്ങളങ്ങത് ചേട്ടാ. അയ്യേ, ഈ ചേട്ടൻ എന്തു പറ്റി? ദയവ് ചെയ്തെന്നെ ശല്യം ചെയ്യല്ലേ. പിന്നെ ചേട്ടാ, എന്നോട് പോലും പറയാൻ പാടില്ലാത്ത പ്രശ്നം? ഏയ്, ഒന്നുമില്ല.
ദാക്ഷായണി മോളെ. എന്താ ഏട്ടാ? എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ചേട്ടൻ എന്നോട് എന്ത് വേണേലും പറയാലോ. എന്തും എന്തും. നിനക്ക് വിഷമം തോന്നരുത്. അത് അത് നിന്നോട് പറയാൻ പാടില്ലെന്നറിയാം. എന്നാലും പറയാതിരിക്കാൻ വയ്യ. ഒന്ന് വളച്ചു കെട്ടില്ലാതെ പറ. ഇതാ എനിക്ക് പിടിക്കാത്തത്. അത് അത് ചേട്ടാ ഒന്ന് പറയുന്നുണ്ടോ? എനിക്ക് ആ രേവുവിനെ ഇഷ്ടമാണ്. എനിക്ക് നേരിട്ട് പറയാനൊരു മടി. എന്റെ മോളി വിവരം ജാനകിയമ്മയോടൊന്ന് പറയണം. പറഞ്ഞാൽ മാത്രം പോരാ. നാളെ രാത്രി വരുമ്പോ ഒരു മറുപടി കിട്ടത്തില്ലേ? ചായ എടുക്കട്ടെ? വേണ്ട. എപ്പോഴത്തേക്ക് കല്യാണം നടത്താന്ന് അവര് പറഞ്ഞത്? എന്താ മിന്നലെ, വല്ല പ്രശ്നം ഉണ്ടായോ? ഒന്ന് പറ മിന്നലെ, അവരെന്തെങ്കിലും പറഞ്ഞോ? ഈ കല്യാണം നടക്കത്തില്ല. ഗോപു മുറച്ചെറുക്കനല്ലേ? അവനുമായി കൊഞ്ചിക്കൊഞ്ഞു നടക്കുന്ന പെണ്ണ് വേണ്ടാന്ന് അവര് പറയുന്നേ. ഇല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇതിലാരുടെ കുത്തിത്തിരിപ്പ്? വിശ്വസിച്ചാലില്ലെങ്കിലും ഇത് നടക്കത്തില്ല. നീ ചോദിച്ചോ? ഇല്ല. എന്താ ചോദിക്കാത്തെ? എനിക്ക് തോന്നിയില്ല. എന്താ നീ ചോദിക്കാത്തെ? അത് അത് എല്ലാം മനസ്സിലായി. അസൂയ. അല്ല. ദാക്ഷായണി, മാറി നിൽക്കാനാ പറഞ്ഞത്. അപ്പൊ അതായിരുന്നു നിന്റെ ഉദ്ദേശം അല്ലേ? എന്റെ പൊന്നെ അല്ല, അറിഞ്ഞോണ്ടല്ല. അർഹിക്കാത്തവളാണെന്നും അറിയാം. എന്നാലും ഒരുപാട് മോഹിച്ചു പോയി. നിന്നെ പോലൊരു മൂന്നാംകിട വെപ്പാട്ടിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ തലച്ചിരണമെന്നായിരുന്നു മോഹം അല്ലേ? ഇനി ഒരു അക്ഷരം മിണ്ടി പോരുത്. എന്നാടാ ഞാൻ നിനക്ക് വെപ്പാട്ടിയായത്? മാനം മര്യാദയ്ക്ക് ജീവിച്ചു പോന്ന എന്നെ കണ്ണേ പൊന്നേന്ന് വിളിച്ച് എന്റെ ജീവിതവും പാഴാക്കിയിട്ട് ഇപ്പൊ കെട്ടാൻ വേറൊരു പെണ്ണ് വേണം. അതും ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചു കൊടുക്കണം. എന്തായാലും എനിക്കൊരു കുറവ്? മാന്യമായൊരു ജോലി, ആരോഗ്യം, സൗന്ദര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഏയ്, ഒരു കുറവുമില്ല. കവലയിലോട്ട് ചെന്നാ മതി, പെണ്ണുങ്ങൾ ക്യൂ ആയി പുറകെ പോരും. നിർത്തറിയാൻ പോക്കി. കേറി അങ്ങ് അധികം പോണ്ട. ഞാൻ സൂപ്പർവൈസർ ശിവനാണെങ്കി രേവുവിനെ, ജാനകിയമ്മയുടെ മോളെ ഞാൻ തന്നെ കെട്ടും. എന്നാലേ എടോ സൂപ്പർവൈസറെ, ഈ ദാക്ഷായണി ജീവിച്ചിരിക്കുമ്പോ അത് നടക്കത്തില്ല. തമാശിച്ചതാണോ? ഇറങ്ങട പുറത്ത്. ആരാ?
ആരാത്? എടാ മിന്നലെ, ഇത് ഞാനാ. സൂപ്പർവൈസർ. ആ, സൂപ്പർവൈസർ ആയിരുന്ന നേരത്തെ പറയണ്ടേ, ഞാൻ ആകെ പേടിച്ചു പോയി. രണ്ട് ഗ്ലാസ്. രാത്രിയിൽ നീ പിന്നെ വെളുപ്പിനല്ലേ കഴിക്കുള്ളൂ. ആർക്കാടായി 3 ഗ്ലാസ്? പിള്ളേർ ഇപ്പോഴേ കുടിച്ച് ശീലിക്കണ്ട. തണുപ്പല്ലേ ശിവൻകുട്ടി? എന്നാലും കേട്. നിന്റെ പ്രായത്തിനനുസരിച്ചുള്ള എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കരുത്. ഇതിത്തിരി കട്ടിയല്ലേ? ഈ കല്യാണം കലക്ക് ഭയങ്കര കട്ടിയുള്ള പണിയാ. അതുകൊണ്ട് ഇത് ഇച്ചിരി കട്ടിയായിക്കോട്ടെ എന്ന് കരുതി. അയ്യേ, വൃത്തികെട്ടവൻ. അല്ല ശിവൻകുട്ടി, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, എന്തുവാ നിന്റെ ഉദ്ദേശം? മോനെ മിന്നലെ, നീ ഇനി ചെയ്യാൻ പോകുന്ന പണി ഭയങ്കര കട്ടിയാ. അതുകൊണ്ട് ആദ്യം ഇതും കൂടി കേട്ട് പിന്നെ പറയാം. നീ എന്നെ കുഴപ്പിക്കോ ശിവൻകുട്ടി? ഇല്ലടാ കുട്ടാ, കഴിക്കേ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കടക്കാം. എനിക്ക് ആ പെണ്ണിനെ വേണം. പടച്ചോരാണ്, ഇതുവരെ ഞാൻ ആ പണി ചെയ്തിട്ടില്ല. എടാ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആ ജാനകിയമ്മയുടെ മോളില്ലേ ദേവു, അവളെ എനിക്ക് കെട്ടണം. ആദ്യം ആലോചനയുമായി ചെല്ലുന്നത് ഞാൻ, അത് കലക്കുന്നത് ഞാൻ, വീണ്ടും ആലോചനയുമായി ചെല്ലുന്നതും ഈ ഞാൻ. ഇതിത്തിരി കട്ടിയ. നീ പിന്നെ എടുത്ത് കുടിച്ചോ. അതല്ല, ഈ കലക്ക്. ചൂലുകൊണ്ടുള്ള അടി വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും കൂടി ജോത്സ്യര് പറഞ്ഞതാ, അഷ്ടമത്തിന് വ്യാഴന, വളരെ സൂക്ഷിക്കണേ മിന്നലേത്. മിക്കവാറും നാട്ടുകാരെല്ലാവരും കൂടി എന്റെ നിലക്ക് തളം വെക്കും. എന്റെ കുട്ടനല്ലേ, ഈ ഒരു ഉപകാരവും കൂടെ ചെയ്യേ. പിന്നെ നിന്നെ ഞാൻ ശല്യം ചെയ്യത്തേയില്ല. എന്റെ തലയിൽ തളം വെച്ചാലും ഞാൻ കാരണം നീ രക്ഷപ്പെടുമെങ്കിൽ നിന്നെപ്പോലൊരു മൂന്നാംകിട വെപ്പാട്ടിയുടെ കൂടെ ജീവിതകാലം മുഴുവൻ തളച്ചിടണമെന്നായിരുന്നു മോഹമല്ലേ? ഇല്ല, ഞാൻ പോണു. ദേവുവിന്റെ കല്യാണം ഏതുവരെയായി? അത് നടക്കത്തില്ല. പൊന്നും പണവും ആണോടാ പ്രശ്നം? അല്ല. ഇന്ന് അടുത്ത് വന്നാ ഞാനൊരു രഹസ്യം പറഞ്ഞുതരാം. എന്തോന്ന് രഹസ്യം? കല്യാണം മുടങ്ങിയത് എങ്ങനെയാന്നും മുടക്കിയത് ആരാന്നും. മോനെ നേരെ ചൊവ്വേ കണ്ടോ? ആരും കാണത്തില്ല. ഈ ചേച്ചിക്ക് നാണോ? പറയാനുള്ളത് പറ. ഇല്ല, ഞാൻ പോണു. അത് കളാ, പറയാം. മോനിങ്ങ അടുത്ത് വാ. ഒന്ന് മുതുക് തേച്ചതാ മോനെ. ഈ ചേച്ചിയാണ്. എടാ ഗോപു, മുറപ്പെണ്ണാണേൽ 5 വയസ്സ് വരെ മൂത്തതാകാൻ നാട്ടു നടപ്പ്.
ചേച്ചി ചേച്ചി എന്താ ചേച്ചി കാട്ടിനെ കുട്ടികളെ പോലെ ഏയ് ആരിലെ കാണും. നീ അവന്റെ പുറകെ മാറില്ലാന്ന്. ഈ പെണ്ണിന്റെ ഒരു സ്വഭാവം കാണുമ്പോഴാ. അരിയും സാധനങ്ങളും കടയേറി അടുപ്പത്തിടെ ഒരു മണി അരിയില്ല. അപ്പൊ ചെയ്യാൻ ദാ പോന്നു. ദേവേട്ടത്തി ആ സഞ്ചിയും എടുത്തേ. ദേവേട്ടത്തി ദേവേട്ടത്തി ഏടത്തി ഞാൻ എവിടെയെല്ലാം നോക്കിന്നറിയോ? ദേവരുടെ നട വെച്ച് ഏടത്തി ഇതിനെ കരഞ്ഞത്? വെറുതെ ആരെങ്കിലും കരയോ? മോനെ ഗോപു, നീ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോടാ? ചെറിയൊരു ഓർമ്മയുണ്ട്. എനിക്കും അത്രയൊക്കെ ഉള്ളൂ. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ല. അമ്മയുടെ കഷ്ടപ്പാട് കാണുമ്പോഴാ വിഷമം. എത്ര കഷ്ടപ്പെട്ടാലും അന്നെന്നുള്ളത് കഴിഞ്ഞു പോകും. ആരാ ഉള്ളത് ഒന്ന് സഹായിക്കാൻ? പല ആലോചനകളും എനിക്ക് വന്നതാ. എല്ലാവർക്കും പെണ്ണ് മാത്രം പോരാ, ഇതെങ്കിലും ഒന്ന് നടക്കുന്ന എല്ലാവരും വിചാരിച്ച്. അതും തെറ്റിപ്പോയി. ആണിനൊപ്പം ജീവിക്കാനുള്ള ആർത്തി കൊണ്ടൊന്നും അല്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഒരു തുണയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഏട്ടത്തിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ ഞാനുണ്ട്. ഞാൻ അതെ, പഠിത്തവും പറഞ്ഞ് അമ്മയൊന്നും പറഞ്ഞു കേൾക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാന്നാ വിചാരിച്ചത്? രഘുവേട്ടത്തിക്ക് വേണ്ടിയാ. ഇത് സത്യം രഘുവേട്ടത്തി, സത്യം സത്യം. ഏട്ടത്തിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഈ ഞാനുണ്ട്. ഞാൻ എടാ, അവന് നിന്റെ പെണ്ണല്ലേ? പഠിത്തം കളഞ്ഞു ഇവിടെ വന്ന് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാന്നാ വിചാരിച്ചേ? ദേവടത്തിക്ക് വേണ്ടിയാ. എടാ ഗോപു, മുറപ്പെണ്ണാണേൽ 5 വയസ്സ് വരെ മൂത്തതാകാൻ നാട്ടു നടപ്പ്.
ഗോപു എന്തേടി? നീ രാവിലെ എവിടെ പോകുവാടാ? എടി, നീ ശർക്കരൊന്നും കൊടുക്കുന്നില്ലേ? എടി പെണ്ണേ, ഇവൻ എന്തെങ്കിലും കൊടുക്കടി. അമ്മ കൊടുക്ക. ഇതെന്താ ഒരു പുതിയ ഏർപ്പാട്? ഏ? ചേച്ചി എന്നോട് പിണക്കമാണോ? പിന്നെന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഒന്നുമില്ല. ഞാൻ തലയിൽ വെച്ചോളാം.
ചേച്ചി, ആ കല്യാണം തെറ്റിപ്പോയത് ഇനി എന്റെ മോൻ എന്നെ ചേച്ചി വിളിക്കല്ലേ? വിളിച്ച് ശീലിച്ചു പോയില്ലേ? എന്റെ കണ്ണ, ഇതിനു വേണ്ടിയാണോ ഇത്രയും കാലം കാത്തിരുന്നത്? എടി മോളെ, ഇച്ചിരി വെള്ളം എടുത്തേ. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കുമോ? എന്താമ്മേ? എന്താമ്മേ? എടി മോളെ, എന്താമ്മേ? എന്താന്ന് വെച്ച പറ. ആ മിന്നല് വന്നിരുന്നു. ഒരാലോചനമേ എന്നല്ലേ അമ്മ പറയാൻ പോണേ? എനിക്ക് വേണ്ട, അയാളുമായി ഒരിടപാടും വേണ്ട. അതല്ല മോളെ, ഇത് നടക്കുന്നതാ. ചെറുക്കൻ നമ്മുടെ സൂപ്പർവൈസർ ശിവൻകുട്ടിയാ. നേരിട്ട് പറയാൻ മടിയായതുകൊണ്ടാ ആ മിന്നലിനെ കൊണ്ട് പറയിപ്പിച്ചത്. അതിനേക്കാൾ നല്ലത് എനിക്കല്പം വിഷം വാങ്ങി തരുന്നതാ. എന്തിനാ നിന്റെ പുറപ്പാട്? മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തു കളയണ്ട. മഹാലക്ഷ്മി പോലും കണ്ട തേവിടിശ്ശിയുടെ കൂടെ താമസിക്കുന്നവന് ആമ്പിള്ളേരാകുമ്പോ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ പോയെന്ന് വരും. അല്ല, നിന്റെ എന്ത് കണ്ടിട്ടാ? പപ്പ സമ്പാദിച്ചിട്ടേക്കല്ലോ. അമ്മേ, എനിക്ക് കല്യാണം വേണ്ട. നടക്കത്തില്ല. ഞാൻ ആ കൊടുത്തു പോയി. അതിനേക്കാൾ നല്ലത് എനിക്കല്പം വിഷം വാങ്ങി തരുന്നതാ. എന്റെ ശിവൻകുട്ടി, നിനക്ക് കോളടിച്ചതാ. എന്തോന്നാ വിളിച്ചത്? സാറിന് കോളടിച്ചെന്ന് പറയാനായിട്ടില്ല. എന്ത് പറയാനായിട്ടില്ലെന്ന്? ആ ജാനകി അമ്മ എല്ലാം സമ്മതിച്ചല്ലേ? അപ്പൊ എല്ലാം ഓക്കെ. ഒന്നൂടെ വേണ്ട, ഓസിനേറ്റ് വേഷ കയറ്റിക്കൊള്ളും. ശാവം. ചേച്ചി ശിവൻചേട്ടനെ കേട്ടോ? അപ്പച്ചി നിർബന്ധിച്ചാലും ഇല്ല. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചിക്കൊരു ഭാവി ഉണ്ടാവുമെങ്കിൽ ശിവൻചേട്ടനെ കെട്ടിക്കോ. എങ്ങനെ എന്നോടത് പറയാൻ തോന്നി? അതുകൊണ്ടല്ല, പറഞ്ഞു പോയതാ. എന്താ ചെയ്യ ഒരു വല്ലായിക?
ഓ എന്നറിയില്ല, തീരെ വയ്യ. എന്നാ വീട്ടിലിരുന്നാ പോരെ? നിന്റെ കാര്യം പോലെയാണോ ദാക്ഷായണി? ഇല്ലേ, ഞാനൊന്നും പറഞ്ഞില്ലേ. അയാളാണെന്ന് തോന്നുന്നു. സൂപ്പർവൈസറോ? ആ, എന്നാ ഞാൻ പറഞ്ഞേച്ച് പോവാടി കൊച്ചേ. അതാ നല്ലത്. ആ, ഇതാരാ? എന്താ ജാനകിയമ്മേ, സുഖമില്ലേ? ഞാൻ പൊക്കോട്ടെ സാറേ. എന്താ, ഡോക്ടറെ കാണണോ? വേണ്ട, ഒന്ന് ഉറങ്ങിയാ മാറും. എന്നാ പൊയ്ക്കോ. സാറേ, നിങ്ങൾ പോയില്ലേ? എന്താ ജാനകിയമ്മേ, എന്തു പറ്റി? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയൂ. അത് ഞങ്ങൾ പിണങ്ങിയാ പോന്നത്. ആരൊക്കെ? ഞാനും മോളും. കാരണം? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. എന്താണെന്ന് വെച്ചാ ഒന്ന് പറയണം. അവൾക്ക് ഈ കല്യാണം താല്പര്യമില്ലാന്ന്. ഇതിലെന്താണെന്നറിയാവോ? വേണ്ടപ്പെട്ടവരാരുമില്ല, ഉള്ളവരെങ്കിലും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചത് എഴുതിയത്. എന്റെ ഒരു തലയിലെടുത്ത് ജീവിക്കാമെന്ന് ആശിച്ചപ്പോ വണ്ടി എടുക്കണം. വണ്ടി നിർത്തണം. എനിക്ക് രേവതിയോട് അല്പം സംസാരിക്കണം. അമ്മ തനിച്ചുള്ളൂ, ഞങ്ങൾക്ക് പോണം. മാറി നിൽക്ക്, ഞങ്ങൾക്ക് പോണം. സംസാരിച്ചിട്ട് പോയാ ശിവൻ ചേട്ടാ. വഴക്കാക്കണ്ട ചേട്ടൻ, വീട്ടിലേക്ക് വാ, അവിടെ വെച്ച് സംസാരിക്കാമല്ലോ. നീ പോടാ, ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാ മതി. തന്നെ ഇഷ്ടമല്ല, താൻ പറയാൻ പോണ കാര്യം എനിക്ക് കേൾക്കാനും ഇഷ്ടമല്ല. എടി പെണ്ണെ, അധികം വെളച്ചിലെടുക്കല്ലേ. ബേട്ടിലെടുത്ത് താൻ എന്തോ ചെയ്യും? തന്റെ മറ്റവളോട് പോയി പറഞ്ഞാ മതി. എന്താണ് പിന്നെ ആ കളി വേണ്ട. അവനെ തൊട്ടു പോകരുത്. ഇവനാരാ? നിന്റെ ഭർത്താവോ? അതെ, അതിൽ തനിക്കെന്താ? എടി പെണ്ണെ, ചെല്ല് ചെല്ല്. ചേച്ചി വാ, നമുക്ക് പോവാം. ഞാൻ സൂപ്പർവൈസർ ശിവനാണെങ്കിൽ ശിവനാണെങ്കിൽ പെണ്ണെ ചെല്ല്, കളി വഷളാക്കണ്ട. ചേച്ചി വാ, നമുക്ക് പോവാം. കളിച്ച് കളിച്ച് കൊളവൊക്കെയിട്ട് ഇപ്പൊ പന്തം കണ്ട പെരുത്തായിനെ പോലെ കണ്ണും മേടിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. എന്റെ ശിവൻകുട്ടി കുത്താറാ മിന്നലേ. കുത്തും കുത്തു. ആ, ഞാൻ ശവത്തേലേ കുത്തത്തുള്ളൂ. പക്ഷെ അവളോടല്ലോ, അവള് നിന്നെ ജീവനോട് കൂടി കുത്തും. ആരെ? ആ ദാശായിനി. ആരും പേരില്ലാത്തവളെ കൊണ്ടു നടക്കുമ്പോ വേണ്ട വേണ്ടാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞതാ. ഇപ്പൊ അഭിനയിച്ചോ? പക്ഷെ ഉള്ളത് പറയാനല്ലോ, അവള് നല്ല ഉരുപ്പടി ആശാന്. മോനെ പുഷ്കര, പുഷ്കരോ, ഓ ആശാനിട്ട് തന്നെ വേലയൊക്കെ കേട്ടാ. നിർത്തി ആശാനെ, നിർത്തി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാ? അങ്ങനെ വഴിക്ക് വാ. അവളെ ഒതുക്കണം. അവളെ ഞാൻ കൊല്ലും. എടാ, നീ അകത്താകും. എടോ സൂപ്പർവൈസറെ, വെറുതെ സാറ് കളിച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല. ബുദ്ധി വേണം, ബുദ്ധി. അതെ, എന്നാ ബുദ്ധി ഉപദേശിച്ചതാണാ. അറുവാണി പിരിഞ്ഞാൽ നിർവാഹമില്ലെന്നാണ് വെയ്പ്പ്.
ഇന്നേ വരെ ആ വിശ്വാസം ആരും തിരുത്തിയിട്ടില്ല. ശിവൻകുട്ടി സാറേ, നിന്നെ കൊണ്ടും അത് തിരുത്താൻ സാധിക്കില്ല. എന്റെ കയ്യിൽ നിന്ന് കള്ളും വാങ്ങി കുടിച്ച് എന്നെ ബുദ്ധി ഞാൻ ശിവൻകുട്ടി സാറിന് വേണ്ടി ഈ രംഗത്തിന് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചക്കയ്ക്കൊത്ത കൂട് ഞാൻ ഒതുക്കിക്കോളാം. അവളെയല്ല, മറ്റവളെ. രണ്ട് ഗ്ലാസ് എടുത്തേ. ഞാൻ കുടി നിർത്തി. തന്നോട് ആര് പറഞ്ഞത് ഇതിനകത്ത് കിടക്കാൻ? തമാശ പറയുവാന്നോ? എനിക്ക് അതിനുള്ള അവകാശം ഇല്ലേ മോളെ? നിർത്തടാ. അവകാശം പോലും അവകാശം ഉണ്ടായിരുന്നു. ഞാനെന്റെ ജീവന് ഇതിനെ സ്നേഹിക്കുകയും ചെയ്തു. അയ്യേ, എന്റെ മോള് ഇങ്ങനാന്നോ? മോള് നിർത്തടോ. ശൃംഖരിക്കാൻ വന്നിരിക്കുന്നു. തനിക്കറിയാവോ, എനിക്ക് എന്റെ ജീവിതത്തിൽ വിലപ്പെട്ടതൊക്കെയാ.
നിന്റെ മുന്നിൽ കാഴ്ചവെച്ചത്. അത് തന്റെ സൗന്ദര്യവും പ്രതാപവും കണ്ടിട്ടൊന്നുമല്ല. എന്തുകൊണ്ടോ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്, ഞാൻ പാല് കൊടുത്ത് വളർത്തിയത് ഒരു മൂർഖൻ പാമ്പിനെയാണെന്ന്. ഇറങ്ങിക്കോളെ ഇവിടുന്ന്. ചൂടാകാതെ പെണ്ണെ, എന്നെ പോലെ കുറെ തേവിടിച്ചാ ഞാൻ കണ്ടതാ. തേവിടിശല്ലടാ, നിന്റെ കൂടെ പള്ളി ഉറങ്ങാൻ ഈ തേവിടിശേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിനക്ക് കൂടെ പുറപ്പിക്കാൻ വേറെ പെണ്ണ് വേണം. സമ്മതിക്കില്ലടാ ഞാൻ. ഒന്ന് കളയുന്നില്ല ഞാൻ. ഉല്ലേ എടാ, ഞാൻ വീണ്ടും പറയുക, എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് നിന്നെ ഞാൻ സുഖിക്കാൻ വിടില്ലടാ. നിനക്ക് എന്തോ പറ്റിയടി? വീട് മാറിപ്പോയോ? ഇവിടെ കൊല്ലം കൊടുക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. നിനക്ക് മതം അടങ്ങിയോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. കാര്യം പറയുമ്പോൾ അവരുടെ ഒരു തമാശ. അല്ലേ, നീ എന്ത് കാര്യമാ പറഞ്ഞത്? കൊച്ചിനെ കൊല്ലാൻ പോകുന്നോ തിന്നാൻ പോകുന്നോ? എടി കൊച്ചെ, എന്താന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ചു പറ. നിങ്ങൾ ഇവ അവന്റെ കൂടെ അയക്കാൻ പോവാണോ? നീ ഇത് ആരുടെ കാര്യമാ പറയുന്നേ? ശിവന്റെ. ഓ, അപ്പൊ അതാ കാര്യം. എന്റെ കൊച്ചെ, ഞാനത് അന്നേ കളഞ്ഞു. എന്റെ ചെയ് ഇപ്പൊ കയറി വന്നേക്കണു കൂടിച്ച് ഫിറ്റായിട്ട്. ഇത് നടക്കത്തില്ലാന്ന് അറിഞ്ഞതുകൊണ്ട് വീണ്ടും ലോഹ്യം കൂടെ വന്നതാവും. നാണോ ഇല്ലാത്തവൻ. അവിടെ ഇരിപ്പുണ്ടോ? ഞാൻ ആട്ടെ ഇറക്കി. ഇനി എന്നെ കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതണ്ട. ദയവ് ചെയ്ത് നീ ഒരു കാര്യം ചെയ്യണം. ഒരാങ്കൊച്ചുള്ള വീടാ. ഈ പിറന്ന രൂപത്തിൽ ഇനി ഇങ്ങോട്ട് കയറി വരല്ലേ. ജാനകിയമ്മേ, ഒന്ന് നിന്നേ. എന്താ സൂപ്പർവൈസറെ? നിങ്ങൾ എങ്ങോട്ടാ? നാട്ടിലേക്കൊന്ന് പോവാ. നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ദയവ് ചെയ്ത് എല്ലാം കേട്ടതിന് ശേഷമേ ഒരു തീരുമാനമെടുക്കാവൂ. അച്ഛനും അമ്മയും ആരെന്നറിയാതെ ബന്ധുക്കളുടെ ആട്ടും തുപ്പും കേട്ട് വളർന്നവനാണ് ഞാൻ. അതുകൊണ്ടുള്ള കുഴപ്പങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഇവിടെ പണി കിട്ടിയത്. മനുഷ്യനെ കാണുമെന്ന ഉദ്ദേശത്തിലാ ഈ നാട്ടിൽ വന്നത്. കൈ നിറയെ കാശും. ചോദിക്കാനും പറയാനും ആരുമില്ലാതെ വന്നപ്പോ വീണ്ടും പഴയ വഴികളിലൂടെ തന്നെ പോയി. അതും രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട്. ആരും പൊറുക്കുന്ന തെറ്റുകളല്ല ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം ജാനകിയമ്മേ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്കത് പുറത്തൂടെ? രഘുവിനെ എനിക്ക് തരണം ജാനകിയമ്മേ. ഞാനവളെ രാജകുമാരിയെ പോലെ നോക്കിക്കോളാം. എന്നോട് പൊറുക്കൂലേ ജാനകിയമ്മേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ?
ഇങ്ങോട്ടോളെ, എനിക്ക് അപ്പഴേ തോന്നിയതാ ആളുകൾ പറയണത് വെറുതെ ഇല്ലാന്ന്. എന്താന്ന് വെറുതെ അല്ലെന്ന്? ഇങ്ങോട്ടോളെ, മിണ്ടി പോകരുത്. മിണ്ടിയാൽ എന്ത് ചെയ്യും? ചേച്ചി എടാ, ആ വാക്കുച്ചിരിക്കാൻ നിനക്ക് എന്താണ് യോഗ്യത? ഇറങ്ങിക്കടവർന്ന്. അങ്ങനെ ആരും പുറത്തേക്ക് പോണില്ല. നീ ആരുടെ ഇത് തീരുമാനിക്കാൻ? ഇറങ്ങണ പുറത്ത്. നിന്നോട് ഞാനാ പറഞ്ഞത്. നന്ദിയില്ലാത്തവൻ. ഗോപു പോവല്ലെന്നാ പറഞ്ഞത്. നീ ആരാടിത് പറയാൻ? ഒന്ന് ഗോപു പോവല്ലെന്നാ പറഞ്ഞത്. എന്തോ ആകരുത്. എന്നെ തൊട്ട് പോവരുത്. നിന്റെ തല കണ്ട് അന്ന് തുടങ്ങിയതായി ഈ ദുരിതം. ഇനി ഒരക്ഷരം മിണ്ടി പോവരുത്. മിണ്ടിയാ നീ എന്താ ചെയ്യാടി? നിന്നേക്കാൾ എത്ര വയസ്സിന് ഇളയതാടി അവൻ. അത് നാട്ടിൽ നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. തൊഴുതന്നെ പറയുന്നോടി. പറഞ്ഞാൽ എന്ത് ചെയ്യും? അവൻ എനിക്ക് അവകാശപ്പെട്ട ചെറുക്കനാ. ഞാൻ നോക്കട്ടെ, നിന്നെ അവന്റെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ പറ്റുമോന്ന്. എന്റെ പൊന്നമ്മ, അത്രയ്ക്കങ്ങ് ബുദ്ധിമുട്ടണമെന്നില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചത് നമുക്ക് നോക്കാടി. അമ്മേ, ഈ ജന്മം ജീവിക്കുന്നെങ്കിൽ അത് ഗോപുവിനോടൊപ്പം ആയിരിക്കും. അതല്ലെങ്കിൽ അമ്മയുടെ ഈ ദേവട്ടി ജീവനോടെ കാണില്ല. ഒരു വല്ലായ്മ? ഓ, ഒന്നുമില്ല. അത് കളാ. ഇച്ചി സാധാരണ ഇങ്ങനെ അല്ലല്ലോ. അല്ല, പിള്ളേരെ ഒന്നിനെയും കാണുന്നില്ലല്ലോ. എന്തേലും ഒന്ന് പറയിച്ചേ. എന്താ ഇത്? എന്തു പറ്റി? ദേവുവിന്റെ കാര്യം ഓർത്തിട്ടാണോ? കൊച്ചിന്റെ കാര്യത്തിൽ എന്തിനാ ഇച്ചി സങ്കടപ്പെടുന്നേ? അവളെ ഗോപുവിനെ കൊണ്ട് കെട്ടിച്ചാ പോരെ? നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. 6 60 നിനക്ക് ഒരുപോലെയല്ലേ? 1 2 വയസ്സ് ഇളപ്പാണെന്ന് വെച്ച് അവൻ മുറിച്ചെടുക്കണല്ലയോ? ദാക്ഷായിനി, അതൊന്നും നടക്കത്തില്ല. ഹാ, നിങ്ങളായി നിങ്ങളുടെ പാടായി. എനിക്കിവിടെ എന്താ കാര്യം? ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഗോപു, എന്താ? എന്ത് വേണം? നീ ഇന്ന് വീട്ടിൽ പോണില്ലേ? പോണില്ലെങ്കിൽ? ആഹാ, ചൂടാകാതെടാ മോനെ. നിങ്ങളൊന്ന് മാറിയിരിക്കുന്നുണ്ടോ? നീ ഒന്ന് അടങ്ങ്. എന്തു പറ്റി? നിന്റെ മുഖമൊക്കെ വാടിയിരിക്കാൻ. ഇന്നൊന്നും കഴിച്ചില്ലേ? ഇല്ല. എന്തേ? കഴിച്ചില്ല, അത്ര തന്നെ. എന്നാ മോൻ എന്റെ വീട്ടിൽ പോവാം. വേണ്ട. അതെന്താ? നിങ്ങൾ ചീത്തയാ. അന്നങ്ങനെ കാണിച്ചൊന്നും വെച്ച് ചേച്ചിക്ക് ആളും തരവൊക്കെ ഇല്ലയോ? എന്റെ പൊന്നു മോൻ പേടിക്കണ്ട. വാ. പാടാ കുട്ടാ. വീട്ടിലെന്താ ഉണ്ടായേ? എന്നെ ഇറക്കി വിട്ടു. എന്താ കാരണം? നിങ്ങളോ ഇതിനൊക്കെ കാരണം? ഞാനോ? തെളിച്ചു പറയടാ. ചേച്ചി തന്നെ കാരണം. ഓർമ്മയില്ലേ? ഇല്ല, ഞാനൊന്നും ഓർക്കുന്നില്ല. പറയേ, പറഞ്ഞാലല്ലേ അറിയൂ. ഒരിക്കേ ചേച്ചി കുളിച്ചോണ്ട് നിന്നപ്പോ ഞാനതിലെ വന്നില്ലേ? അതിന്? ചേച്ചി എന്നോട് പറഞ്ഞില്ലേ? എന്തു പറഞ്ഞില്ലേന്ന് പറയേ. രേവടത്തി എന്റെ മുറപ്പെണ്ണാണെന്ന്. അത്രേ ഉള്ളോ? അത് പിന്നെ ശരിയല്ലേ. അതിന് നിന്നെ എന്തിനാ ഇറക്കി വിട്ടത്? അത് കള. അതൊന്നും അല്ല കാര്യം. ചേച്ചിയോട് പറയടാ കുട്ടാ.
ചേച്ചിയോട് എന്ത് വേണമെങ്കിലും മോന് പറയാം. അപ്പോഴാണല്ലോ മിന്നല് കൊണ്ടുവന്ന ആലോചനയും തെറ്റിപ്പോയത്. തെറ്റിയതല്ല, തെറ്റിച്ചതാ. ആര്? ആ ശിവൻ, നന്ദിയില്ലാത്തവൻ. പക്ഷെ ഇപ്പോഴും ദേവുവിനോടുള്ള ആശ അവൻ കൈവിട്ടിട്ടില്ല. സൂക്ഷിച്ചോ, അല്ലെങ്കിൽ അവൻ നിന്നെയും കുഴപ്പിക്കും. ഞാൻ പോണു. എന്താ ഇത്? അത്രയും കൂടെ കഴിച്ചിട്ട് എണീറ്റാ മതി. വേണ്ട. മോൻ വിഷമിക്കണ്ട, ഒന്നും വരാതെ ചേച്ചി നോക്കിക്കൊള്ളാം. എന്റെ മോളുടെ മനസ്സ് ഈ അമ്മ കാണുന്നുണ്ട്. പക്ഷേ അത് അനുവദിക്കാൻ നിവൃത്തിയില്ല. നിനക്കറിയാം, നിന്റെ അച്ഛനും എന്റെ മുറച്ചെറുക്കനായിരുന്നു. അന്ന് അതൊരാവേശമായിരുന്നു. അച്ഛനെയും അമ്മയും ആരെയും അനുസരിക്കാതെ ഞങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി. മോളുടെ അച്ഛന് എങ്ങനെയോ കിട്ടിയൊരു സ്വഭാവമായിരുന്നു കുടി. അമ്മ ശാസിക്കുമ്പോൾ പോലും ഞാൻ അമ്മയെ കടിച്ചു കീറാൻ ചെല്ലും. കാരണം അദ്ദേഹം എന്നെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്നു. ആ സ്നേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും ഈ അമ്മ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു. ഒടുവിൽ കരൾ രോഗം വന്ന് എന്റെ മോളൊന്ന് മനസ്സിലാക്കണം. നമ്മളിന്ന് ശരിക്കും അനാഥരാ. ഒരു നേരത്തെ കഞ്ഞിക്കോ ഒരൊറ്റ കണ്ണീരിനോ ഉപകരിക്കാത്തവരാ സ്വന്തക്കാരും ബന്ധുക്കളും. എന്റെ ഗതി എന്റെ മോൾക്കുണ്ടാവരുത്. നീ അവനേക്കാൾ മൂത്തതാണെന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. അവൻ കൊച്ചു ചെറുക്കനാ. നിന്നെ അന്വേഷിക്കാനുള്ള പ്രാപ്തി അവനുണ്ടോ? ഞങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിച്ചോളാം. സാധ്യമല്ല. എന്റെ അമ്മ അങ്ങനെ പറയരുത്. മോളെ, ഇത് ജീവിതം. ഇപ്പൊ ആവേശം തോന്നും, നാളെ നീ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ഇല്ലമ്മേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പല്ലിലടി മുടിയാനായി ജനിച്ചതാണെന്ന് എനിക്കറിയാം. മുടിപ്പിക്കാനും ഒരു കാര്യം നീ ഓർത്തോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആഗ്രഹം നടക്കത്തില്ല. അല്ലെങ്കിൽ നീ ശിവനെ തന്നെ കിട്ടണം. എടാ മോനെ, നിങ്ങൾ തമ്മിൽ പ്രേമമാണോ? നിനക്ക് എത്ര വയസ്സായി? 19. രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം നടത്താന്ന് വെച്ചാലും ഒക്കത്തില്ല. അപ്പൊ പിന്നെ ഞാനിന്ന് വീട്ടിൽ പോയിരുന്നു. ഉള്ളത് പറയാലോ. ഇനിയിപ്പൊ അത് പറയാതിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തോന്നാ? നീ അവളെ കെട്ടാൻ ഇച്ചയെ യാതൊരു കാരണവശാലും സമ്മതിക്കില്ല. ഞാനാവുന്നതും പറഞ്ഞു നോക്കി. എന്നോടും അതും ഇതും പറഞ്ഞു. എനിക്ക് സംശയം വേറെന്നാ. എന്താ ചേച്ചി? ഞാൻ ഇന്ന് രാവിലെ തോട്ടത്തിൽ വെച്ച് മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുമല്ല. പറയൂ ചേച്ചി. അത് മോന്റെ അപ്പച്ചി ശിവനോട് എന്തോ ഗൗരവത്തിൽ സംസാരിക്കുന്നത് കണ്ടു. ഞാൻ പോണു. എങ്ങോട്ട്? ഞാൻ പോണു. എനിക്ക് പോണം. എങ്ങോട്ട് പോണു? നീ ഒരിടത്തും പോണില്ല. ഇല്ല ചേച്ചി, ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്താ മോനെ കൊച്ചുകുട്ടികളെ പോലെ? നീ ഒന്ന് അടങ്ങ്. ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം മോനെ.
തെറ്റാണ്. അതെ, തെറ്റാണ്. എടാ മോനെ, തെറ്റ് ചെയ്യാത്തത് ആരാടാ? ചേച്ചി, മോനെ, അത് വേണ്ട. എന്നാലും എന്നോട് ഇത് ചെയ്യാൻ എനിക്ക് ഈ കിളന്തിനെ എന്തിഷ്ടാണെന്നോ. എടാ കൊച്ചിനെ, ഒരു പൊന്നും മോനും ഈ ദാശാനന്റെ കയ്യിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. എന്നെ വിടാതെ പറഞ്ഞേ, എന്നെ വിടാൻ. എടാ എടാ കുട്ടാ, ഇവിടെ എന്ത് സംഭവിച്ചാലും ആരും അറിയത്തില്ല. എന്റെ പൊന്നു മോനല്ലേ. ഇത് ഞാനാ, ഗോപു. കൊല്ലുമായിരിക്കും, കൊല്ലട്ടെ. ചേച്ചിയില്ലാതെ എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ ചേച്ചി. എന്റെ കണ്ണ, നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപമില്ല. ചേച്ചി, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. എന്താ ചേച്ചി, എന്നെ ഇഷ്ടമല്ലല്ലേ? എന്റെ പൊന്നെ, അങ്ങനെ പറയല്ലേ. എന്നാ വാ ചേച്ചി, നമുക്ക് പോവാം. അപ്പൊ അമ്മ? ചേച്ചിക്ക് എന്നെ വേണ്ടല്ലേ? മോനെ, ഞാൻ പോയ അമ്മയ്ക്ക് പിന്നെ ആരാടാ? എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്നെ വേണ്ട. അപ്പോ
ഇവിടുത്തെ സ്നേഹിച്ചത് ചുമ്മാ കള്ളം. ഞാൻ പോണില്ല ഇവിടുത്തെ. ഇല്ല, ഞാനും വരുന്നു. നമുക്ക് പോകാം. അപ്പൊ അതാ കളിയല്ലേ? വേണ്ട, നിന്നെ ഞാൻ കൊല്ലും. സൂപ്പർവൈസറുടെ ശബ്ദമാണല്ലത്. ഈ പെണ്ണിത് എവിടെ പോയി? നീ കൊണ്ടു പിടിക്കത്തില്ല. ഒരുപെട്ടോളെ, ഞാൻ കാണിച്ചു തരാം. ഇനി ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ലമ്മേ. ഈ പണിക്കകത്ത് കാലുകുത്തി പോകരുത്. ഇറങ്ങിപ്പോണം. മാനം മര്യാദയ്ക്ക് മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. അയ്യോ വേണ്ട, വേണ്ടമ്മേ. അവനൊന്നും ചെയ്യില്ലെന്ന് പറയമ്മേ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഈ രേവട്ടി ചെയ്യില്ലമ്മേ. അമ്മ പറയുന്നത് അനുസരിക്കണം. പോലീസ് ഇവനെ കിട്ടണം. അമ്മേ, അതൊഴിച്ച് സാധ്യമല്ല മോളെ. ഗോപു, 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 ഏയ് ഗോപു. മോനെ, എന്താടാ ഇത്? ആരെങ്കിലും തല്ലിയോടാ? എന്നെ ആർക്കും വേണ്ട, ആർക്കും. അത് നിന്റെ തോന്നലാ. അല്ല ചേച്ചി, രേവടത്തേക്ക് പോലും എന്നെ വേണ്ട. കരയാതെ വാ. ഇന്നലെ ഞാൻ നേരെ വീട്ടിലേക്കാ പോയത്. എന്നിട്ട് രേവടത്തെ വിളിച്ചുണർത്തി സംസാരിച്ചു. ആകെ പ്രശ്നമായി ചേച്ചി. ശിവൻ ചേട്ടൻ അവിടെ കയറി വന്നു. എന്നിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പച്ചി ഉണർന്നു. ശിവൻ ചേട്ടൻ രേവടത്തേക്ക് എത്തും. അവള് സമ്മതിച്ചോ? അപ്പച്ചി ചത്തകളെന്ന് പറഞ്ഞപ്പോ രേവടത്തെ സമ്മതിച്ചു. ഞാൻ പോണു. നിക്ക്, അത് നടക്കാൻ പാടില്ല. ചേച്ചി, എനിക്ക് രേവടത്തെ ഒന്ന് കാണണം. നീ അവളെ മറന്നേക്ക്. മറക്കാൻ
ആ വാക്ക് പറയാൻ എന്ത് എളുപ്പം അല്ലേ ചേച്ചി? മോനെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവളെ ശിവനെ കൊണ്ട് കെട്ടിക്കാൻ ജാനമ്മ ചേച്ചി തീരുമാനിച്ചു. ചേച്ചി അതേടാ മോനെ, അതാ സത്യം. തീയതിയും നിശ്ചയിച്ചു. ആ സ്ഥിതിക്ക് അവളുടെ ഭാവിയെ കരുതി നീ പിന്മാറുന്നതല്ല നല്ലത്. ശരി ചേച്ചി, ഞാൻ പിന്മാറാം. എനിക്ക് അവസാനമായി രേവടത്തെ ഒന്ന് കാണണം. എന്തിനാ രേവടത്തി എന്നെ പ്രേമിച്ചത്? പറയേ, നിങ്ങൾ എന്തിനാ എന്നെ പ്രേമിച്ചത്? വേണ്ട രേവടത്തി, വേണ്ട. ഇനി നിങ്ങൾ എന്നെ തൊട്ടാ എനിക്ക് ജീവിക്കാൻ തോന്നും. എന്താ പറഞ്ഞത്? അതെ രേവടത്തി, ഇനി നിങ്ങൾ എന്നെ തൊട്ടാ മരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി എനിക്ക് നഷ്ടപ്പെടും. ചീട്ടിറക്ക്. ഇറക്കിറക്ക്. തുറപ്പിട്ട് വിട്ട് അതിപ്പോ ആശാൻ നിന്റെ ഒരു കോപ്പട്ട്. ഞാൻ നിർത്തി. അങ്ങനെ നമ്മുടെ ശിവൻകുട്ടി സാറിന്റെ ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഇന്നെങ്കിലും നേരത്തെ വീട്ടിൽ പോകാൻ നോക്ക് സാറേ. നാളത്തെ ചില ഒരുക്കങ്ങളൊക്കെ വേണ്ടതല്ലേ? ഓ, ഒറ്റാണ്ടടിക്ക് എന്തോന്ന് ഒരുക്കം? അതൊക്കെ ശരിയാ.
നിങ്ങൾ നേരത്തെ അങ്ങ് വന്നേക്കണം. ഞാൻ പോവാ. ഓക്കെ. പണ്ടാരടക്കാൻ കറണ്ടുമില്ല. ഞാൻ ദ്രോഹിയല്ല, നീയാ ദ്രോഹി. നീയാണ് അവൾ. രേവു എടുത്തി. അവൾ എന്റെ പെണ്ണ. അവളെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല. രേവെടുത്തി. 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 കൊന്നു. ശിവനെ ഞാൻ എന്നാലും മോനെ അത് വേണ്ടായിരുന്നു. രവിടുത്തി മോളെ ഞാൻ ശിവന് കൊടുക്കില്ല. ഇല്ല രവിടുത്തി, ഇല്ല. മരണത്തിന് പോലും എന്റെ മോളെ. ആ